വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈബർ ലോ എന്ന് പറയുന്ന ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സൈബർ ലോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് ഇയറുകളും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. നമുക്കിവിടെ ഇനി 2 ഏരിയ കൂടി കവർ ചെയ്യാനുണ്ട്. ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സെക്ഷനുകളാണ്. നമുക്ക് എപ്പോഴും സെക്ഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ 66F എന്നുമായി ബന്ധപ്പെട്ടത് എന്നാണ്. അത് സൈബർ ടെററിസം ആണ്. അതിന് നമുക്കൊരു 10-20ഓളം സെക്ഷനുകൾ പഠിക്കാനുണ്ട്. നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷ ഉൾപ്പെടെ ഒരുപാട് പരീക്ഷയ്ക്ക് ഇതിന് സെക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഏതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ IT ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷനിലോട്ട് കയറാം. അപ്പം നമുക്ക് പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഏതാണെന്ന് നോക്കാം. നമുക്ക് 124 സെക്ഷനുകൾ ഉണ്ടെങ്കിലും എല്ലാ സെക്ഷനുകളും ബൈഹാർട്ട് ചെയ്യണ്ട, ഓർഡറായിട്ടൊന്നും പഠിക്കണ്ട. നമ്മൾ റാൻഡമായിട്ട് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 5 ആണ്. സെക്ഷൻ 5നെ കുറിച്ച് 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് നമുക്കറിയാം. നമ്മൾ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ റെക്കോർഡ് തുറന്നു കാണാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് 5. ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ നിയമപരമായ അംഗീകാരവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 5 എന്ന് എഴുതുക. ഇവിടെ വരുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ നിയമപരമായ അംഗീകാരം ഏത് വകുപ്പാണെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ നിയമപരമായ അംഗീകാരത്തെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 5. അപ്പം നമ്മുടെ വകുപ്പിൽ അല്ലെങ്കിൽ സെക്ഷനിൽ ആദ്യത്തേത് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ നിയമപരമായ അംഗീകാരത്തെക്കുറിച്ച് കുറിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 5. ഇനി സെക്ഷൻ നമ്മൾ നേരെ പോകുന്നത് 17ലോട്ടാണ്. നമുക്കറിയാം ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് തരുന്നത് സർട്ടിഫൈങ് അതോറിറ്റിയാണ്. ഈ സർട്ടിഫൈങ് അതോറിറ്റിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസർ അല്ലെങ്കിൽ അതൊരു ഹെഡ് ഉണ്ട്. സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളർ എന്ന് പറയും. അപ്പം നമ്മുടെ സർട്ടിഫൈങ് അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഓഫീസറാണ് സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളർ. ഈ ഓഫീസറിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 17 പറയുന്നത്. അപ്പം സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസറാണ് സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളർ. ഈ സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് അല്ലെങ്കിൽ സെക്ഷൻ 17. മാറിപ്പോലെ സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ നിയമനം. സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് 17. ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ നിയമപരമായ അംഗീകാരമാണെങ്കിൽ 5 ആണ്. സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 17. നമുക്ക് സെക്ഷൻ 21 സെക്ഷൻ 19 ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സർട്ടിഫൈങ് അതോറിറ്റീസ് ഉണ്ട്. ഇപ്പൊ PSC ആദ്യത്തെ സൈറ്റിനെ മാനേജ് ചെയ്തത് NIC ആണ്. ഇപ്പോഴത്തെ നമ്മുടെ സൈറ്റ് എല്ലാം മാനേജ് ചെയ്യുന്നത് CDIT ആണ്. ഇതെല്ലാം സർട്ടിഫൈങ് അതോറിറ്റീസ് ആണ്. ഇതുപോലെ വിദേശ സർട്ടിഫൈങ് അതോറിറ്റികളുണ്ട്. ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റികൾ എന്ന് പറയും. ഈ ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റികളുടെ അംഗീകാരത്തെക്കുറിച്ച് പറയുന്നത് ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റി. മാറിപ്പോലെ സർട്ടിഫൈങ് അതോറിറ്റി എന്നല്ല, ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റികളുടെ അംഗീകാരത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതെന്ന് ചോദിക്കാറുണ്ട്. ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റിയുടെ അംഗീകാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 19. മാറിപ്പോലെ ഏത് സെക്ഷനിലാണ് ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റിയുടെ അംഗീകാരത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 19 എന്ന് എഴുതുക. ഒരു ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റിക്ക് കൂടി എക്സാമ്പിൾ പഠിച്ചു വെക്കുക. സേഫ് സ്ക്രിപ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സേഫ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റിക്ക് ഉദാഹരണം എന്ന് അറിഞ്ഞിരിക്കുക. 5 ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ നിയമപരമായ അംഗീകാരത്തെക്കുറിച്ചാണ്. 17 സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. 19 ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റിയുടെ
കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ടതാണ് ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റിക്ക്. ഉദാഹരണം ചോദിച്ചാൽ സേഫ് സ്ക്രിപ്റ്റ് എന്നെഴുതുക. അടുത്ത നമ്മൾ നോക്കുന്ന സെക്ഷൻ 21 21 പറയുന്നത് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ രൂപീകരിക്കണമെങ്കിൽ അതിന് ലൈസൻസ് ഉണ്ടായിരിക്കണം, ലൈസൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകാനുള്ള അല്ലെങ്കിൽ രൂപീകരിക്കാനുള്ള ലൈസൻസുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ 21 എഴുതുക. ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടത്, ഡിജിറ്റൽ സിഗ്നേച്ചർ രൂപീകരിക്കാനുള്ള ലൈസൻസുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 21. 5 ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ നിയമപരമായ അംഗീകാരം. 17 സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ നിയമനം. 19 ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റി. എക്സാമ്പിൾ സേഫ് സ്ക്രിപ്റ്റ് എന്ന് പറയും. 21 ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ രൂപീകരണത്തിനുള്ള ലൈസൻസുമായി ബന്ധപ്പെട്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 48 എന്താണ് സെക്ഷൻ 48 എന്ന് ചോദിച്ചാൽ ക്യാറ്റ് അല്ലെങ്കിൽ സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണൽ എന്ന് എഴുതണം. സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണൽ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയും. ക്യാറ്റിൻ്റെ പൂർണ്ണരൂപം സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണൽ എന്നാണ്. ഈ ക്യാറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളർ എന്ന് പറയുന്ന ഓഫീസറുണ്ട്. ഈ സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളർ എന്ന് പറയുന്ന ഓഫീസർ ഏതെങ്കിലും ഒരു സൈബർ കേസിൽ ഒരു വിധി പറയുവാണെങ്കിൽ ഈ വിധി നമുക്ക് യോജിച്ചത് അല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഈ സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ വിധിക്കെതിരെ കൊണ്ടുപോയി അപ്പീൽ കൊടുക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഈ സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണലിലാണ്. മാറിപ്പോരുത്. സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ വിധിക്കെതിരെ നമ്മൾ അപ്പീൽ നൽകുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ക്യാറ്റ് അല്ലെങ്കിൽ സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണലിലാണ്. ക്യാറ്റുമായി ബന്ധപ്പെട്ട് നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ക്യാറ്റ് രൂപീകരിച്ചത് എന്നു ചോദിച്ചാൽ 2006 ഈ ക്യാറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് ന്യൂഡൽഹിയിലാണ്. മാറിപ്പോരുത്. ക്യാറ്റ് രൂപീകരിച്ചത് 2006 ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി എന്ന് എഴുതുക. എന്താണ് ക്യാറ്റ് അല്ലെങ്കിൽ സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ വിധിക്കെതിരെ അപ്പീൽ നൽകുന്ന മേലധികാരിക്ക് പറയുന്ന പേരാണ് ക്യാറ്റ് അല്ലെങ്കിൽ സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയും. ഈ സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ അല്ലെങ്കിൽ വകുപ്പാണ് 48. അപ്പം ക്യാറ്റ് അല്ലെങ്കിൽ സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് 48. ക്യാറ്റിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതെന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ വിധിക്കെതിരെ അപ്പീൽ നൽകുന്ന മേലധികാരിയാണ് ക്യാറ്റ്. ക്യാറ്റ് ഫോം ചെയ്തത് 2006. ഇതിന്റെ ആസ്ഥാനം, ഇതൊരു ഓർഗനൈസേഷനാണ്. ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാറ്റിന്റെ വിധിക്കെതിരെ ആ വിധി നമുക്ക് ശരിയായിട്ട് തോന്നിയില്ലെങ്കിൽ ക്യാറ്റിന്റെ വിധിക്കെതിരെ നമുക്ക് ഇതിന്റെ മേലെ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ കൂടി അപ്പീൽ കൊടുക്കാം. നമ്മുടെ ക്യാറ്റിന്റെ വിധിക്കെതിരെ അല്ലെങ്കിൽ സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ നമ്മൾ എവിടെയാണ് അപ്പീൽ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ക്യാറ്റിനെതിരെ അപ്പീൽ കൊടുക്കേണ്ടത് ഹൈക്കോടതിയിലോട്ടാണ്. ഹൈക്കോർട്ടിലോട്ട് അപ്പീൽ നൽകണം. മാറിപ്പോരുത്. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണൽ. ക്യാറ്റിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് 48 വകുപ്പാണ്. എന്താണ് ക്യാറ്റിന്റെ ഉപയോഗം എന്ന് ചോദിച്ചാൽ സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ വിധിക്കെതിരെ അപ്പീൽ നൽകുന്ന ഓർഗനൈസേഷനാണ് ക്യാറ്റ്. മേലധികാരിയാണ്. അത് സ്റ്റാർട്ട് ചെയ്തത് 2006. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിൽ. ക്യാറ്റിന്റെ വിധിക്കെതിരെ നമ്മൾ അപ്പീൽ കൊടുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയിലാണ്. ക്യാറ്റിന്റെ വിധി വന്ന് എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ നൽകണം എന്ന് ചോദിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകണം. ഇവിടെ ക്യാറ്റിന് ഹെഡായിട്ട് ഒരു അംഗം മാത്രമേ കാണുള്ളൂ. ഹാറ്റിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 1 ഒരു പ്രധാനപ്പെട്ട ഓഫീസറാണ്. അപ്പോൾ നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്തത് 2006. ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് ന്യൂഡൽഹിയിൽ. നമ്മുടെ സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ വിധിക്കെതിരെ നമ്മൾ അപ്പീൽ നൽകുന്നത് ക്യാറ്റിലോട്ട്. ക്യാറ്റിന്റെ വിധിക്കെതിരെ നമ്മൾ കൊടുക്കുന്നത് ഹൈക്കോടതിയിലോട്ട്. സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണലിന്റെ വിധി വന്നിട്ട് എത്ര ദിവസത്തിന്
ദിവസത്തിനകത്ത് നമ്മൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണം എന്ന് ചോദിച്ചാൽ വിധി വന്ന് 60 ദിവസത്തിനകത്ത് അപ്പീൽ നൽകണം എന്ന് എഴുതുക. നമുക്കൊരു 20 സെക്ഷൻസോളം പഠിക്കാനുണ്ട്. ആദ്യത്തെ 5 സെക്ഷൻസ് ഇതാണ്. 5 സെക്ഷൻസ് വെച്ച് പഠിക്കാം. അപ്പം 5 വന്നിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ നിയമപരമായ അംഗീകാരമാണ്. സെക്ഷൻ 17 സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ നിയമനമാണ്. സെക്ഷൻ 19 ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റിയുടെ അംഗീകാരമാണ്. ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റിയുടെ എക്സാമ്പിളായിട്ട് നമുക്ക് സേഫ് സ്ക്രിപ്റ്റ് എന്ന് പഠിച്ചു വെക്കാം. 21 ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. 48 കാറ്റ് അല്ലെങ്കിൽ സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. കാറ്റ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത, സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ വിധിക്കെതിരെ നമ്മൾ അപ്പീൽ നൽകുന്ന മേലധികാരിക്ക് പറയുന്ന പേരാണ് കാറ്റ്. ആരംഭിച്ചത് 2006 ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ. കാറ്റിന്റെ വിധിക്കെതിരെ നമ്മൾ അപ്പീൽ നൽകുന്നത് ഹൈക്കോടതിയിലോട്ട്. എത്ര ദിവസത്തിനകം കാറ്റിന്റെ വിധി വന്നിട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണം എന്ന് ചോദിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ എന്നെഴുതണം. കാറ്റിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 1 എന്നെഴുതുക. നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. ആദ്യത്തെ 5 ഇതാണ്. ഇത് നമുക്ക് ചോദിക്കില്ല എന്നല്ല, ഇതിന് നമുക്ക് വളരെ റെയറായിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇനി വരുന്ന സെക്ഷൻസിൽ നിന്നാണ് PSC കൂടുതൽ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അടുത്ത സെക്ഷനാണ് 57. സെക്ഷൻ 57 എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം, കാറ്റിലോട്ട് അല്ലെങ്കിൽ സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണലിലോട്ട്. ഈ കാറ്റിലേക്ക് അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അതാണ് 57. അപ്പം 57 എന്ന് പറയുന്ന വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചാൽ സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അല്ലെങ്കിൽ കാറ്റില് അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 57. അപ്പൊ കാറ്റിന്റെ വിധി വന്നിട്ട് അതും ശരിയല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരിടത്ത് പോയി അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഹൈക്കോടതിയിലോട്ടാണ്. ഈ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിച്ചാൽ 62 എന്ന് എഴുതുക, മാറിപ്പോരുത്. കാറ്റിലോട്ട് നമ്മൾ അപ്പീൽ നൽകുന്നത് 57, എന്നാൽ ഹൈക്കോടതിയിലോട്ട് നമ്മൾ അപ്പീൽ നൽകുന്നത് 62ാമത്തെ വകുപ്പ് പ്രകാരമാണ്. ഓക്കെ, ഇനി വരുന്ന വകുപ്പ് എല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. ഇനി വരുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 57 വരുന്നത് കാറ്റിലെ അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 62. സെക്ഷൻ 65 ഒറ്റ ടേമായിട്ട് നമുക്ക് ടാമ്പറിംഗ് എന്ന് പറയാം. ടാമ്പറിംഗ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 65. എന്താന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടറിന്റെ സോഴ്സ് ഡോക്യുമെന്റ്സിൽ നമ്മൾ ആവശ്യമില്ലാതെ ഇടപെടുക, കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സിനെ നശിക്കുക, ടാമ്പറിംഗ് ഓഫ് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയും. കമ്പ്യൂട്ടറിന്റെ സോഴ്സ് ഡോക്യുമെന്റ്സ് നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൽ അനാവശ്യമായി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടതാണ് ടാമ്പറിംഗ്. സോഴ്സ് ഡോക്യുമെന്റിൽ അനാവശ്യമായി ഇടപെടുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത്, സോഴ്സ് ഡോക്യുമെന്റിൽ നശിപ്പിക്കുന്നതിന് പറയുന്ന പേര്, സോഴ്സ് ഡോക്യുമെന്റിൽ ആവശ്യമില്ലാതെ ഇടപെടുക അല്ലെങ്കിൽ നശിപ്പിക്കുക, ഇതുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ടാമ്പറിംഗ് എന്ന് പറയും. PSC ചോദിക്കുന്നത് ടാമ്പറിംഗ് എന്ന് തന്നെയാണ്. ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട IT വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 65 എന്നെഴുതുക. കമ്പ്യൂട്ടറിന്റെ സോഴ്സ് ഡോക്യുമെന്റ്സിനെ ആവശ്യമില്ലാതെ അതിൽ ഇടപെടുകയോ അത് നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ടാമ്പറിംഗ്. ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 65. അപ്പം 57 കാറ്റിലോട്ട് അപ്പീൽ നൽകുന്നത്, 62 ഹൈക്കോടതിയിലോട്ട് അപ്പീൽ നൽകുന്നത്, 65 ടാമ്പറിംഗ് എന്ന് പറയും. കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നതാണ് ടാമ്പറിംഗ്. ടാമ്പറിംഗ് മായി ബന്ധപ്പെട്ട വകുപ്പ് 65. നമ്മൾ കമ്പ്യൂട്ടറിനെ ലക്ഷ്യമായി ചെയ്യുന്ന ഒരു സൈബർ കുറ്റമാണ് ഹാക്കിംഗ് എന്ന് പറയും. ഹാക്കിന് എത്ര വർഷമാണ് ശിക്ഷ എന്നൊക്കെ ചോദിക്കാറുണ്ട്. 3 വർഷമാണ്. അടുത്ത സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സെക്ഷനിൽ പറയുന്ന ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട IT വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 66 എന്നെഴുതുക. കമ്പ്യൂട്ടറിനെ ലക്ഷ്യമാക്കി ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ് ഹാക്കിംഗ്. ഹാക്കിംഗ് എന്തെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടറിന്റെ ഡേറ്റാ സംവിധാനത്തിനെ നശിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഹാക്കിംഗ്. അനധികൃതമായി കമ്പ്യൂട്ടറിന്റെ ഡേറ്റാ സംവിധാനത്തെ നശിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഹാക്കിംഗ്. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 66 എന്ന് പറഞ്ഞാൽ. 57
സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് 62 ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് 65 ടാമ്പറിംഗ് എന്ന് പറയും കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 66 ഹാക്കിംഗ് എന്ന് പറയും കമ്പ്യൂട്ടറിന്റെ ഡേറ്റ സംവിധാനത്തിനെ നശിപ്പിക്കുന്നത് ഹാക്കിംഗ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് 66ന്റെ അകത്ത് വരുന്ന ക്ലോസുകളാണ്. എ മുതൽ എഫ് വരെ പഠിക്കാനുണ്ട്. ഇതിന്നാണ് PSC ഏറ്റവും കൂടുതൽ തവണ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം അടുത്ത സെക്ഷൻ ഇതാണ്. അടുത്ത സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 66A ആണ്. സെക്ഷൻ 66A എന്നു ചോദിച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ വഴി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു വകുപ്പായിരുന്നു സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറയും. ഒഫൻസീവ് മെസ്സേജസ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സർവീസസ് മതി ഒഫൻസീവ് മെസ്സേജുകൾ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചാൽ അതിനെതിരെ നമ്മൾ കേസ് എടുത്തിരുന്ന വകുപ്പായിരുന്നു 66A. മാറിപ്പോരുത്. സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് നമ്മൾ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചിട്ട് നമ്മൾ എന്തിനെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സന്ദേശങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുക സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് എന്ന് പറയും. അങ്ങനെ പ്രചരിപ്പിച്ചാൽ അതിനെതിരെ കേസെടുത്തുകൊണ്ടിരുന്ന സെക്ഷനായിരുന്നു 66A. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടി അടുപ്പിച്ചടുപ്പിച്ച് ഹർത്താൽ നടത്തിയ സമയത്ത് 2 പെൺകുട്ടികൾ പോയി അതിനെതിരെ കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ അവർക്കെതിരെ കേസെടുത്തത് ഈ വകുപ്പ് പ്രകാരമാണ്. എന്നാൽ കേസ് വളരെ ഭയങ്കര സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് സുപ്രീം കോടതി വരെ പോയി. അപ്പം ഇതിന്റെ വിധി വന്നത് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ 66A എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 19(1) ക്ലോസ് എക്ക് ലംഘനവുമായി ബന്ധപ്പെട്ടത് എന്ന് കണ്ടിട്ട് നമ്മുടെ ഈ 66A എന്ന് പറയുന്ന IT വകുപ്പിനെ റദ്ദ് ചെയ്തു. അപ്പൊ നമ്മുടെ സുപ്രീം കോടതി റദ്ദ് ചെയ്ത IT വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 66A എന്ന് എഴുതുക. റദ്ദ് ചെയ്തത് 2015 മാർച്ച് 24-നാണ്. മാറിപ്പോരുത്. നമ്മുടെ 66A വരുന്നത് സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ വഴി നമ്മൾ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്ന സെക്ഷനാണ് 66A. അപ്പം 66A എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ വഴി നമ്മൾ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പായിരുന്നു സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് എന്നാ പറയുന്നത്. അങ്ങനെ നമ്മുടെ സുപ്രീം കോടതി വിധി വന്നു 2015 മാർച്ച് 24-ന്. നമ്മുടെ ഈ വകുപ്പ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടതാണെന്നും 19(1)A ലംഘനമാണ് ഈ വകുപ്പ് വഴി കേസെടുത്താലെന്നും കാണിച്ചിട്ട് ഈ വകുപ്പിനെ സുപ്രീം കോടതി റദ്ദാക്കി. അപ്പോൾ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. നമ്മുടെ IT വകുപ്പിൽ നിലവിൽ ഇല്ലാത്ത വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 66A എന്നെഴുതുക. അതുമാത്രമല്ല IT വകുപ്പിലെ കരിനിയമം എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതെന്ന് ചോദിക്കാറുണ്ട്. കരിനിയമം എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാലും 66A തന്നെയാണ്. അപ്പൊ മാറിപ്പോരുത്. 57 സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടത്. 62 ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടത്. 65 ടാമ്പറിംഗ് എന്ന് പറയും. കമ്പ്യൂട്ടറിന്റെ സോഴ്സ് ഡോക്യുമെന്റ്സിൽ ആവശ്യമില്ലാതെ നമ്മൾ ഇടപെടുകയോ അതിലെന്തെങ്കിലും നാശം സംഭവിപ്പിക്കുകയോ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ടതാണ് ടാമ്പറിംഗ്. ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടത് 66. കമ്പ്യൂട്ടറിന്റെ ഡേറ്റ സംവിധാനത്തിനെ നശിപ്പിക്കുന്നതാണ് ഹാക്കിംഗ് എന്ന് പറയും. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടത് 66. കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ വഴി നമ്മൾ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചാൽ കേസ് എടുത്തുകൊണ്ടിരുന്ന സെക്ഷൻ 66A ആയിരുന്നു. 2015 മാർച്ച് 24-ാം തീയതി ഈ വകുപ്പിനെ നമ്മൾ എടുത്തു കളഞ്ഞു. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ലംഘിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ കരിനിയമം എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാലും IT-യിൽ ഇപ്പോൾ ഇല്ലാത്ത വകുപ്പ് ഏതെന്ന് ചോദിച്ചാലും 66A എന്നെഴുതുക. നമുക്ക് ക്ലോസ് F വരെ പഠിക്കാനുണ്ട്. നമുക്കിനി 66Bയിലോട്ട് കയറാം. 66B എന്താണ് വകുപ്പെന്ന് ചോദിച്ചാൽ സ്റ്റോളൻ കമ്പ്യൂട്ടർ ഡിവൈസ് എന്നെഴുതണം. സ്റ്റോളൻ കമ്പ്യൂട്ടർ ഡിവൈസ്. വേറൊന്നുമില്ല, അങ്ങ് കാര്യം മനസ്സിലാക്കി വെക്കുക.
നമ്മൾ കമ്പ്യൂട്ടറോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ മോഷ്ടിക്കുകയോ അത് കൈമാറ്റം ചെയ്യുകയോ കയ്യിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ നമ്മൾ കേസെടുക്കുന്നതുമായിട്ടുള്ള വകുപ്പാണ് സെക്ഷൻ 66B സ്റ്റോളൻ കമ്പ്യൂട്ടർ ഡിവൈസ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഡിവൈസുകൾ നമ്മൾ കട്ടെടുക്കുകയോ അത് കൈമാറ്റം ചെയ്യുകയോ ചെയ്താൽ കമ്പ്യൂട്ടർ കട്ടെടുക്കുക അല്ലെങ്കിൽ മോഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുമത്തുന്ന വകുപ്പാണ് 66B സ്റ്റോളൻ കമ്പ്യൂട്ടർ ഡിവൈസസുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 66B എന്ന് എഴുതുക. അടുത്ത സെക്ഷൻ 66C ആണ്. 66C എന്തെന്ന് ചോദിച്ചാൽ അതിനെ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയും. ഓക്കെ, മാറിപ്പോലെ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 66C. 66B എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതായത് കമ്പ്യൂട്ടർ മോഷ്ടിക്കുകയോ അത് മാറ്റി കൈമാറ്റം ചെയ്യുകയോ അത് കൈവശം വെക്കുകയോ ചെയ്താൽ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റം എന്ന് ചോദിച്ചാൽ 66B ആണ്. അടുത്തത് 66C ആണ്. അതിന് പറയുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ് എന്നാണ്. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാളെ കബളിപ്പിച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മൾ സാമ്പത്തികം തന്നെയാണ്, പാസ്വേഡ് അടിച്ചു മാറ്റുക എന്ന് വിചാരിക്കുക. ഒരാളെ കബളിപ്പിച്ചിട്ട് പാസ്വേഡ് കൈക്കലാക്കി നമ്മൾ അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടതിന് പറയുന്ന പേര് ഐഡന്റിറ്റി തെഫ്റ്റ് എന്നാണ്. നമ്മൾ വേറൊരാളെന്നുള്ള വ്യാജേനയാണ് അത് ഉപയോഗിക്കാറ്. അപ്പം ഒരാളെ കബളിപ്പിച്ച് പാസ്വേഡ് നമ്മൾ കൈക്കലാക്കി അത് ഉപയോഗിക്കുന്ന വകുപ്പ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കുറ്റമായ വകുപ്പെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരാളെ കബളിപ്പിച്ചിട്ട് പാസ്വേഡ് കൈക്കലാക്കി അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 66C എന്ന് പറയും. 66B കമ്പ്യൂട്ടർ മോഷ്ടിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ കൈവശം വെക്കുകയോ ആയി ബന്ധപ്പെട്ടതാണ്. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് വെച്ചാൽ ഒരാളുടെ പാസ്വേഡ് അയാളെ കബളിപ്പിച്ച് സ്വന്തമാക്കി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയാം. ഐഡന്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാസ്വേഡ് ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 66C. ഇനി 66D എന്നൊരു വകുപ്പുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 66D എന്തെന്ന് ചോദിച്ചാൽ അത് ചീറ്റിംഗ് അല്ലെങ്കിൽ ചതിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ വഴി ഒരാളെ പറഞ്ഞു പറ്റിക്കുക, കബളിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കാശ് നമ്മൾ അയാളിൽ നിന്ന് സ്വന്തമാക്കുക, ചതിയുമായി ബന്ധപ്പെട്ടതാണ്. ഏത് രീതിയിലുമാകാം. സോഷ്യൽ മീഡിയാസ് വഴിയോ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ വഴിയോ നമ്മൾ ഒരു വ്യക്തിയെ പറഞ്ഞ് പറ്റിക്കുക അല്ലെങ്കിൽ ചതിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്ന സെക്ഷനാണ് 66D. 66Dയുമായി ബന്ധപ്പെട്ടത് ചീറ്റിംഗ് അല്ലെങ്കിൽ ചതിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 66D. മാറിപ്പോരുത്. 66B കമ്പ്യൂട്ടർ മോഷ്ടിക്കുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക, സ്റ്റോളൻ കമ്പ്യൂട്ടർ ഡിവൈസസ് എന്ന് പറയും. 66C ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഒരു വ്യക്തി അയാൾ അറിയാതെ നമ്മൾ അയാളിൽ നിന്ന് പാസ്വേഡ് അപഹരിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയും. അടുത്ത ചീറ്റിംഗ് ആണ്. നമ്മൾ ഒരാളെ കബളിപ്പിക്കുക, നമ്മൾ ഒരാളെ പറഞ്ഞു പറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ടത് ചീറ്റിംഗുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 66D. 66E 3-4 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 66Eയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 66E എന്തെന്ന് ചോദിച്ചാൽ വയലേഷൻ ഓഫ് പ്രൈവസി എന്നാണ്. വയലേഷൻ ഓഫ് പ്രൈവസി എന്നാണ്. ഇവിടെ നമുക്ക് നോക്കുന്നത് സ്വകാര്യത, ഒരാളുടെ സ്വകാര്യതയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയാണ്. സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒരാളുടെ സ്വകാര്യതയിൽ നമ്മൾ കൈകടത്തുക, അതുമായി ബന്ധപ്പെട്ടതാണ് വയലേഷൻ ഓഫ് പ്രൈവസി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളുടെ ഇഷ്ടമില്ലാതെ ഒരാളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയാണെങ്കിലും അതും വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. ഒരാളുടെ സ്വകാര്യത നശിപ്പിച്ചാൽ അതിനെ വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയും. വയലേഷൻ ഓഫ് പ്രൈവസിയുമായി ബന്ധപ്പെട്ട IT വകുപ്പാണ് 66E. ഓക്കെ, മാറിപ്പോലെ. B കമ്പ്യൂട്ടർ കട്ടെടുക്കുക, കൈവശം വെക്കുക, കൈമാറുക. C ഒരാളുടെ പാസ്വേഡ് അയാൾ അറിയാതെ അടിച്ചു മാറ്റിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുക. 66D ഒരാളെ പറഞ്ഞു പറ്റിക്കുക, സോഷ്യൽ മീഡിയ വഴി ഏതെങ്കിലും മാധ്യമങ്ങൾ വഴി ആയിക്കോട്ടെ ഒരാളെ കബളിപ്പിക്കുക അല്ലെങ്കിൽ ചതിക്കുക, ചീറ്റിംഗ് എന്ന് പറയും. 66D ആണ്. ഒരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക, വയലേഷൻ ഓഫ് പ്രൈവസി. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോയോ എന്തെങ്കിലും പ്രചരിപ്പിക്കുകയാണെങ്കിലും അതിനെ നമുക്ക് വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയാം. ഇപ്പം സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വയലേഷൻ ഓഫ് പ്രൈവസിയുമായി ബന്ധപ്പെട്ടതാണ് 66E.
അടുത്ത സെക്ഷനാണ് 66F എന്ന് പറയും. 66F ആണ് ഒരുപാട് തവണ 2016 മുതൽ ഇതുവരെ നടന്ന 100 പരീക്ഷയിൽ കൂടുതൽ PSC ചോദിച്ച സെക്ഷൻ ഇത് തന്നെയാണ്. 66F എന്ന് ചോദിച്ചാൽ സൈബർ ടെററിസം അല്ലെങ്കിൽ സൈബർ തീവ്രവാദം എന്ന് എഴുതണം. സൈബർ ടെററിസം അല്ലെങ്കിൽ തീവ്രവാദത്തിനെ കുറിച്ച് പറയുന്നതാണ് 66F. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സുരക്ഷ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധം എന്നിവയൊക്കെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ് സൈബർ ടെററിസം. സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 66F എന്ന് എഴുതുക. ഈ വയലേഷൻ ഓഫ് പ്രൈവസിയും ഐഡന്റിറ്റി തെഫ്റ്റും എല്ലാം പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. ഇതൊക്കെ ക്രൈമുകളാണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. സൈബർ ടെററിസത്തിന് നമ്മൾ ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് ആണ് ശിക്ഷയായി കൊടുക്കാറ്. അതായത് നമ്മുടെ ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കണം. ഈ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് നമ്മുടെ ഈ IT സെക്ഷൻ ചുമത്തിയാൽ അയാൾക്ക് ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പം ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് എന്ന് പറയും. ഇതിന് ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് ആണ് ഇതിന് ശിക്ഷയായിട്ട് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഇന്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത കൂടിയ ഒരു കുറ്റമാണ് സൈബർ ടെററിസം. സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 66F. അപ്പം നമുക്ക് 66 ക്ലോസിൽ വരുന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പറയാം. കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ വഴി നമ്മൾ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നത് 66A ആയിരുന്നു. നിലവിൽ IT വകുപ്പിൽ നിന്ന് 66A റദ്ദ് ചെയ്തിട്ടുണ്ട്. IT വകുപ്പിൽ നിന്ന് റദ്ദ് ചെയ്ത ഏക വകുപ്പ് എന്ന് ചോദിച്ചാലും 66A തന്നെയാണ്. അതുപോലെ IT വകുപ്പിലെ കരിനിയമം എന്നറിയപ്പെടുന്നതും 66A തന്നെയാണ്. 66B സ്റ്റോളൻ കമ്പ്യൂട്ടർ ഡിവൈസസ് ആണ്. കമ്പ്യൂട്ടറുകൾ കട്ടെടുക്കുക, അത് കൈമാറ്റം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് കുറ്റകരം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 66B. ഒരാളുടെ പാസ്വേഡ് നമ്മൾ കൈക്കലാക്കി നമ്മളത് ഉപയോഗിക്കുന്നതാണ് ഐഡന്റിറ്റി തെഫ്റ്റ്. പാസ്വേഡ് ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് ചോദിച്ചാൽ 66C എന്ന് എഴുതുക. നമ്മൾ ഒരാളെ പറഞ്ഞ് കബളിപ്പിക്കുക അല്ലെങ്കിൽ ചതിക്കുക അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 66D. ഒരാളുടെ സ്വകാര്യത നശിപ്പിക്കുക അല്ലെങ്കിൽ വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് ചോദിച്ചാൽ 66E എന്ന് എഴുതുക. സൈബർ ടെററിസം അല്ലെങ്കിൽ സൈബർ തീവ്രവാദവുമായി ബന്ധപ്പെട്ടത് 66F. ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ്, ജീവിതാവസാനം വരെ ജയിൽ ശിക്ഷ നൽകുന്ന വകുപ്പാണ് 66F. 66B സ്റ്റോളൻ കമ്പ്യൂട്ടർ ഡിവൈസസ്, 66C ഐഡന്റിറ്റി തെഫ്റ്റ്, 66D ചീറ്റിംഗ്, 66E വയലേഷൻ ഓഫ് പ്രൈവസി, 66F സൈബർ ടെററിസം. മാറിപ്പോരുത്. 5 വന്നിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ നിയമപരമായ അംഗീകാരം, 17 വന്നിട്ട് സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ നിയമനം, 19 വന്നിട്ട് ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അംഗീകാരത്തെക്കുറിച്ച്, 21 ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട ലൈസൻസിനെ ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈസൻസുമായി ബന്ധപ്പെട്ടത്, 40 സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ 48 സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടത്, 57 നമ്മൾ സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണലിലോട്ട് അപ്പീൽ നൽകുന്നത്, 62 സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയിലോട്ട് നമ്മൾ അപ്പീൽ നൽകുന്നത്, 65 ടാമ്പറിംഗ് ഓഫ് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ്, ടാമ്പറിംഗ് സോഴ്സ് ഡോക്യുമെന്റ്സിലായി അനധികൃതമായിട്ട് കൈയേറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടത് 65, കമ്പ്യൂട്ടറിന്റെ ഡേറ്റാ സംവിധാനത്തിനെ നശിപ്പിക്കുന്ന ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടത് 66, കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ വഴി നമ്മൾ മെസ്സേജസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം കേസ് എടുത്തുകൊണ്ടിരുന്നത് 66A, നിലവിലില്ലാത്തത് 66A. 66B സ്റ്റോളൻ കമ്പ്യൂട്ടർ ഡിവൈസസ്, 66C ഐഡന്റിറ്റി തെഫ്റ്റ്, 66D ചീറ്റിംഗ്, 66E വയലേഷൻ ഓഫ് പ്രൈവസി, 66F സൈബർ ടെററിസം. നമുക്ക് ഇനിയും കുറച്ച് വകുപ്പുകൾ കൂടി പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത വകുപ്പ് വരുന്നത് 67 ആണ്. നമുക്ക് 67 എന്താണെന്ന് നോക്കാം. 67 പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പോണോഗ്രഫി എന്ന് പറയും. മാറിപ്പോലെ പോണോഗ്രഫി എന്ന് പറയുന്നതാണ് 67 പറയുന്നത്. നമ്മൾ സന്ദേശങ്ങൾ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ വഴി പ്രചരിപ്പിച്ചാൽ 66A എന്ന് പറയുന്ന ഒരു വകുപ്പ് പ്രകാരം കേസെടുക്കുമായിരുന്നു, നിലവിലില്ല. എന്നാൽ ഇത് എന്തെന്ന് ചോദിച്ചാൽ, പോണോഗ്രഫി എന്തെന്ന് ചോദിച്ചാൽ
സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സന്ദേശങ്ങളായിരിക്കും പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ അശ്ലീല ചുവയുള്ള സന്ദേശങ്ങളോ അതുപോലെ വീഡിയോകളോ പ്രചരിപ്പിക്കുക. അതുപോലെ ഒരാളെ നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ച ഒരാളെ ഹരാസ് ചെയ്യുക, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് പോണോഗ്രഫി എന്ന് പറയും. പോണോഗ്രഫി എന്ന് പറയുന്നത് ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യമാണ്. അശ്ലീല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, വീഡിയോകൾ സന്ദേശിക്കുക, ആ രീതിക്ക് ആൾക്കാരെ നമ്മൾ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഇപ്പം നമ്മുടെ മോർഫിംഗ് എന്നൊക്കെ മോർഫിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പോണോഗ്രഫിക്കകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മുടെ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതെന്ന് ചോദിക്കാറുണ്ട്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ 67 എന്നെഴുതുക. പോണോഗ്രഫി കുറ്റകൃത്യം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പോണോഗ്രഫി കുറ്റകൃത്യമാണ്. നമ്മുടെ സൈബർ ടെററിസം ചെയ്താൽ ലൈഫ് ലോങ് നമ്മുടെ ജയിലിൽ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ആണ് ശിക്ഷ കൊടുക്കാറ്. നമ്മുടെ പോണോഗ്രഫി വകുപ്പുമായി ശിക്ഷിക്കുന്നത് ആദ്യം ഒരാളെ പോണോഗ്രഫി വകുപ്പ് ചുമത്തിയാൽ 3 വർഷം തടവും അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴയും വിധിക്കും. അതുപോലെ തന്നെ ഈ ക്രൈം ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്താൽ എന്താണ് പെനാലിറ്റി അല്ലെങ്കിൽ എന്താണ് ശിക്ഷ എന്നൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പോണോഗ്രഫിക്ക് ആദ്യം കൊടുക്കുന്ന ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപ, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചും ചുമത്താം. എന്നാൽ പോണോഗ്രഫി രണ്ടാമത്തെ അറ്റംപ്റ്റ് ഒരാൾ തന്നെ രണ്ടാമത് പോണോഗ്രഫി ശിക്ഷ ഏറ്റുവാങ്ങുകയാണെങ്കിൽ 5 വർഷം വരെ കൊടുക്കാം. അതുപോലെ 10 ലക്ഷം രൂപ പെനാലിറ്റി കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് എഴുതിയിടാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഇതിലെ രണ്ടാമത് സെക്കൻഡ് അറ്റംപ്റ്റിന് എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ അശ്ലീല സന്ദേശ പ്രചരണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് പോണോഗ്രഫിയാണ്. പോണോഗ്രഫിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുക്കുന്നത് 3 വർഷമോ 5 ലക്ഷം രൂപയോ രണ്ടും കൂടി ഒരുമിച്ചോ ആയിരിക്കും. രണ്ടാമതും ഇത് ചെയ്താൽ 5 വർഷമോ 10 ലക്ഷമോ രണ്ടും കൂടി ഒരുമിച്ചോ ആയിരിക്കും. 67A ഉണ്ട്, അതിൽ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വേറൊരു വകുപ്പാണ് 67 ക്ലോസ് ബി എന്ന് പറയും. പോണോഗ്രഫി നമുക്ക് എന്തെന്നറിയാം, നമ്മുടെ അശ്ലീലപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാ. ചൈൽഡ് പോണോഗ്രഫി എന്തെന്നും നമുക്കറിയാം. ചൈൽഡ് പോണോഗ്രഫി 18 വയസ്സിൽ തികയാത്ത പിള്ളേരുടെ വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യുക, അത് കാണുക അല്ലെങ്കിൽ കൈവശം വെക്കുക, പിള്ളേരെ നമ്മൾ ഓരോ കാര്യത്തിന് അബ്യൂസ് ചെയ്യുക, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അതും മോശപ്പെട്ട അശ്ലീലകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 67B എന്നെഴുതുക. നമ്മൾ പോണോഗ്രഫി ചെയ്താൽ ആദ്യം 3 വർഷവും അതുപോലെ 5 ലക്ഷം രൂപയും ശിക്ഷ വിധിക്കും പോലെ ചൈൽഡ് പോണോഗ്രഫിയിൽ ശിക്ഷ എത്രയെന്ന് ചോദിച്ചാൽ ആദ്യമേ തന്നെ 5 വർഷവും അതുപോലെ 10 ലക്ഷം രൂപയും അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും ശിക്ഷ കൊടുക്കാറ്. അപ്പം ഈ 2 ശിക്ഷകൾ പഠിച്ചു വെക്കുക. ഓക്കെ, മാറിപ്പോല്ലേ. പോണോഗ്രഫി വകുപ്പ് 67 ആണ്. പോണോഗ്രഫിയിൽ കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച്. രണ്ടാമത്തെ അറ്റംപ്റ്റിന് അല്ലെങ്കിൽ രണ്ടാമതും ആ ഒരു വ്യക്തി ആ ഒരു കുറ്റം ചെയ്താൽ കൊടുക്കുന്നത് 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചോ ആണ്. എന്നാൽ ചൈൽഡ് പോണോഗ്രഫിയുടെ കുറ്റത്തിൻ്റെ കൊടുക്കുന്ന പെനാൽറ്റി അല്ലെങ്കിൽ ശിക്ഷ 5 വർഷം തടവും 10 ലക്ഷം രൂപ പെനാൽറ്റിയും അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചുമാണ്. നമുക്കിനി ഒരു പ്രധാനപ്പെട്ട 3 സെക്ഷൻസ് കൂടിയേ പഠിക്കാനുള്ളൂ. അടുത്തത് 69A എന്ന് പറയുന്ന വകുപ്പാണ്. നമുക്ക് ചില സമയത്ത് ചില വെബ്സൈറ്റിൽ കയറുമ്പം സൈറ്റുകൾ ബ്ലോക്ക് എന്ന് കാണിക്കാറുണ്ട്. എന്തെങ്കിലും നമ്മുടെ സെക്യൂരിറ്റി ഇഷ്യൂ കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൺട്രോളർ നമ്മുടെ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യും. ഈ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്നത്, വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ കൺട്രോളർക്ക് അധികാരം നൽകുന്ന വകുപ്പ് ഏതെന്ന് ചോദിക്കാറുണ്ട്. സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ സൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് അധികാരം നൽകുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 69A എന്നെഴുതുക. 67 പോണോഗ്രഫി, 67B ചൈൽഡ് പോണോഗ്രഫി, 69A സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതിന് കൺട്രോളർക്ക് നൽകുന്ന അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. പോണോഗ്രഫി 67, ചൈൽഡ് പോണോഗ്രഫി 67B സൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ അധികാരികൾക്ക് അവകാശം അല്ലെങ്കിൽ ഡയറക്ഷൻ നൽകുന്നത് 69
എ ആണ്. അടുത്തത് 70B എന്നൊരു വകുപ്പുണ്ട്. 70Bക്കകത്ത് എന്താണ് പറയണതെന്ന് ചോദിച്ചാൽ സെറ്റിൻ എന്നൊരു ഓർഗനൈസേഷനാണ്. നമുക്ക് സെറ്റിൻ്റെ പൂർണ്ണ രൂപം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യൻസ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ്. ഇന്ത്യൻസ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്ന് എഴുതണം. മാറിപ്പോലെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് സെറ്റിൻ്റെ പൂർണ്ണരൂപം. കമ്പ്യൂട്ടർ ഇന്ത്യൻസ് കമ്പ്യൂട്ടർ, നമുക്ക് സെറ്റ് എന്ന് മാത്രം ചോദിക്കാറുണ്ട്, ഇന്നെന്ന് വെച്ചാൽ ഇന്ത്യൻസ് എന്നാണ്. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്ന് എഴുതണം. ഇത് ഫോം ആയത് 2004 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെയാണ്. അപ്പം 70B പറയുന്നത് സെറ്റിനെ കുറിച്ചാണ്. സെറ്റിൻ ഇന്ത്യൻസ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ്. ആരംഭിച്ചത് 2004, ആസ്ഥാനം ന്യൂഡൽഹി. കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതോറിറ്റിയാണ് സെറ്റിൻ. കമ്പ്യൂട്ടർ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതോറിറ്റി ഏതെന്ന് ചോദിക്കാറുണ്ട്. ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സുരക്ഷയാണ്. കമ്പ്യൂട്ടർ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ഏതെന്ന് ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എമർജൻസി ടീമാണ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, സെറ്റിൻ എന്ന് പറയും. ഈ സെറ്റിന് രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് 70B. ഓക്കെ, അപ്പം 67 പോണോഗ്രഫി, 67B ചൈൽഡ് പോണോഗ്രഫി, നമ്മുടെ കൺട്രോളർ സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ഡയറക്ഷൻസ് നൽകുന്നത് 69A. സെറ്റിനുമായി ബന്ധപ്പെട്ടത് 70B. സെറ്റിൻ എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യാസ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ്. കമ്പ്യൂട്ടറിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഓർഗനൈസേഷനാണ് സെറ്റിൻ. സെറ്റിൻ സ്ഥാപിതമായത് 2004. ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്, ന്യൂഡൽഹി എന്ന് എഴുതുക. തൽക്കാലം ഒരു വകുപ്പ് കൂടെ ഇവിടെ പഠിക്കുക. വകുപ്പ് 17 73 73 എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ നിയമപരമായ അംഗീകാരം ആദ്യത്തേത് 5, അവസാനത്തതും ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകാൻ അധികാരപ്പെട്ടത് സർട്ടിഫൈങ് അതോറിറ്റിയാണ്. അവർ നൽകാത്ത ഡിജിറ്റൽ സിഗ്നേച്ചറുകളെല്ലാം വ്യാജമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പബ്ലിഷിംഗ് ഫാസ്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ, പബ്ലിഷ് ഫാസ്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന വകുപ്പാണ് നമ്മുടെ ഈ പറയുന്ന 73. വ്യാജമായ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് അല്ലെങ്കിൽ അതിനെതിരെ എടുക്കുന്ന വകുപ്പാണ് 73. പബ്ലിഷ് ഫാസ്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് ചോദിച്ചാൽ 73 എന്ന് എഴുതുക. 67 പോണോഗ്രഫി, അതുപോലെ 67B ചൈൽഡ് പോണോഗ്രഫി, 69A സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 70B സെറ്റിൻ, അതുപോലെ 73 പബ്ലിഷ് ഫാസ്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ, 67 പോണോഗ്രഫി, 67B ചൈൽഡ് പോണോഗ്രഫി, 69A സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 70B സെറ്റിൻ, 73 പബ്ലിഷ് ഫാസ്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ. 5 ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ നിയമപരമായ അംഗീകാരം, 17 സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളറുടെ നിയമനം, 19 ഫോറിൻ സർട്ടിഫൈങ് അതോറിറ്റിയുടെ അംഗീകാരം, 21 ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ലൈസൻസിനെ കുറിച്ച് പറയുന്നത്, 48 സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ രൂപീകരണം, 57 നമ്മൾ കാറ്റ് അല്ലെങ്കിൽ സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അപ്പീൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടത്, 62 ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടത്, 65 ടാമ്പറിംഗ്, 66 ഹാക്കിംഗ്, 66A സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസസ്, അതുപോലെ 66B സ്റ്റോളൻ കമ്പ്യൂട്ടർ ഡിവൈസസ്, 66C ഐഡന്റിറ്റി തെഫ്റ്റ്, 66D ചീറ്റിംഗ്, 66E വയലേഷൻ ഓഫ് പ്രൈവസി, 66F സൈബർ ടെററിസം, 67 പോണോഗ്രഫി, 67B ചൈൽഡ് പോണോഗ്രഫി, 69A സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്, 70B സെറ്റിൻ, 73 പബ്ലിഷ് ഫാസ്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഈ 20 വകുപ്പ് പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ഒരു വകുപ്പ് ഉറപ്പായിട്ടും ചോദിക്കും.